ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് മുക്കത്ത് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ വിളംബരം നടത്താനല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ 2-3 ദിവസമായി കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ്. ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നെറികേട് വിളിച്ചു പറഞ്ഞ പുലഭ്യങ്ങൾ അതെത്രമാത്രം വൃത്തികെട്ടതാണ് എന്ന് ഈ നാട് ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1,00,000-ഓളം ആളുകൾക്ക് വയറ് നിറക്കാൻ ഉച്ചനേരത്ത് സ്നേഹത്തിൻ്റെ പൊതിച്ചോറ് കൊടുക്കുന്ന യുവജന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐ ഒന്നും ഇനി മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് കൊടുക്കണ്ട എന്ന് പറയുന്നവനെ ദുഷ്ടൻ എന്നല്ലാതെ എന്താണ് വിളിക്കുക? ഈ പൊതിച്ചോറിന് രാഷ്ട്രീയമുണ്ടോ? ഇതൊക്കെ ചോദിച്ചാൽ സുധാകരൻ പറയും, ഞാൻ 28,000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ആളുടെ അഹങ്കാരം. അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ 28,000 വോട്ടിന് ജയിച്ച സമയത്തും സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിരമായി ജയിക്കുന്ന അമ്പലപ്പുഴയിൽ പാർട്ടി പരാജയപ്പെട്ടപ്പോഴും അതിൻ്റെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കടുത്ത നിരാശയിലാണ്ടപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതിൻ്റെ നേരെ പിറ്റേ ദിവസം അവർ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കുള്ള പൊതിച്ചോറ് എത്തിക്കുന്ന തിരക്കിലായിരുന്നു അവർ രാവിലെ. അതാണ് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിൻ്റെ പ്രത്യേകത. പെരുമഴയെന്നോ പെരും ചൂടെന്നോ മഞ്ഞെന്നോ വ്യത്യാസമില്ലാതെ ഏത് നേരത്തും അവർ ആ പൊതിച്ചോറുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തും. നമ്മുടെ നാട്ടിൽ 2 പ്രളയം ഉണ്ടായി. മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ഒറ്റപ്പെട്ട നാളുകളിലും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആറിന് മുകളിലൂടെ തോണിയിൽ ബോട്ടിൽ അവർ ആ പൊതിച്ചോറ് സംഘടിപ്പിച്ച് മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചിട്ടുണ്ട്. കോവിഡ് ഉണ്ടായി, നിപ്പയുണ്ടായി, നാടാകെ സ്തംഭിച്ച ഒരു കാലമുണ്ടായി. അന്നും മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് എത്തിക്കുന്നതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പ്രയാസമുണ്ടായില്ല. ഈ പൊതിച്ചോറ് ഒരു പ്രദേശത്ത് നിന്ന് കൊടുക്കുമ്പോൾ ആ പ്രദേശം തന്നെ അത് കൃത്യമായി തിരിച്ചറിയും. എന്താ കാരണം? അതിന് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ എല്ലാ വീടുകളിലും ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശക്കുന്ന വയറുകൾക്ക് വയറെരിയുമ്പോൾ മിഴി നിറയാതിരിക്കാൻ പൊതിച്ചോറ് കൊടുക്കണം. നിങ്ങളൊരു 5 പൊതിച്ചോറ് തരൂ. പലപ്പോഴും ഞാൻ ഇവരുടെ കൂടെ പോയിട്ടുണ്ട് സഹായിക്കാൻ. പല വീടുകളിൽ നിന്നും കിട്ടുന്ന മറുപടി നമ്മളെ അത്ഭുതപ്പെടും. 5 അല്ല 10 വേണമെങ്കിലും ഞങ്ങൾ തരും. കാരണം ഇതിൽ പലരും മെഡിക്കൽ കോളേജിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട നേരത്ത് ഈ സ്നേഹത്തിൽ പൊതിഞ്ഞ പൊതിച്ചോറ് കഴിച്ചവരായിരിക്കും. പൊതിച്ചോറ് കൊടുക്കുന്ന പ്രദേശത്തെ അങ്ങാടിയിൽ തലേ ദിവസം മാർക്കറ്റിൽ ചെറിയൊരു തിരക്കുണ്ടാവും. എന്താ കാരണം എന്നറിയുമോ? വീട്ടിൽ ഉണക്കമീൻ പോലും വാങ്ങാത്ത വീടുകളുണ്ടാവും. ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് പറയും, നല്ല കഷ്ണം മീൻ നോക്കിയിട്ട് ഒരു 4-5 വാങ്ങിക്കും. മറ്റൊന്നിനുമല്ല, ഈ പൊതിച്ചോറിൽ വെച്ച് കൊടുക്കാൻ. അവർ കോഴി വാങ്ങും, മീൻ വാങ്ങും, പലതും വാങ്ങും. ഒന്നുമില്ലെങ്കിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ആംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കും. ആ പൊതിച്ചോറുണ്ടല്ലോ, അതിന് വല്ലാത്തൊരു രുചിയുണ്ട്. സ്നേഹത്തിൻ്റെ ഒരു രുചി കഴിച്ചു നോക്കിയവർക്കറിയാം. മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കൊടുക്കുന്ന ഒരു മനുഷ്യനും അറിയില്ല ഞങ്ങളുണ്ടാക്കി കൊടുക്കുന്ന ഈ ചോറ് കഴിക്കാൻ പോകുന്നത് ആരാണ്, ഏത് മതക്കാരനാണ്, ഏത് ജാതിക്കാരനാണ്, അവർക്കറിഞ്ഞൂടാ. മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ പൊതിച്ചോറ് വാങ്ങിക്കഴിക്കുന്ന ആയിരങ്ങളുണ്ട്. അവർക്കറിഞ്ഞൂടാ ആരാണ് ഇത് ഉണ്ടാക്കി തന്നത്, ഏത് മനുഷ്യരാണ്, അവരുടെ ജാതി ഏത്, അവരുടെ മതം ഏത്. വിശപ്പിന് ഒരു മതമേ ഉള്ളൂ, രുചിയുടെ മതം. ആ രുചിയുടെ മതത്തിൽ ഒരുപാട് മനുഷ്യർ ഹൃദയസ്നേഹത്തിൽ പൊതിഞ്ഞെന്ന പൊതിച്ചോറ് കഴിക്കുന്ന 1,00,000 മനുഷ്യരുണ്ട് ഈ കേരളത്തിൽ. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും മുടങ്ങാതെ 365 ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ഡിവൈഎഫ്ഐ. വയനാടിൻ്റെ മലമടക്കിൽ മലയിടിഞ്ഞ് കുന്നിടിഞ്ഞ് ഉരുളുപൊട്ടി ഒരുപാട് മനുഷ്യർ വീടില്ലാതായപ്പോൾ ഞങ്ങളവർക്ക് 25 വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ആരുടെയും വീട്ടിൽ വന്ന് അവർ റെസീറ്റ് കാണിച്ച് പിരിപ്പിച്ചില്ല. അവർ പാട്ട കുലുക്കിയില്ല. ഞാനും നിങ്ങളും റോഡിലേക്ക് തോടിലേക്ക് വലിച്ചെറിഞ്ഞ
പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ പെറുക്കിക്കൂട്ടി നമ്മുടെ വീടുകളിൽ വന്ന് പഴയ കടലാസും കന്നാസും അവർ പെറുക്കിക്കൂട്ടി. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ചെങ്കല്ല് പോലും ചുമന്ന് പരിചയമില്ലാത്ത ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ ചെങ്കല്ല് ചുമന്നു, കരിങ്കല്ല് ചുമന്നു, ചുമലിൽ മരം വെച്ച് ലോറി കയറ്റി മീൻ കച്ചവടം നടത്തി, ചായ കച്ചവടം നടത്തി, അച്ചാർ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി. അങ്ങനെ ഈ കേരളത്തിൽ നിന്ന് അവരുണ്ടാക്കിയത് 20 കോടി. ആ 20 കോടി രൂപ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ പറഞ്ഞു, സഖാവേ 20 ലക്ഷം വെച്ച് 100 വീടുണ്ടാക്കണം. വയനാട്ടിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് സ്വന്തം അധ്വാനത്തിലൂടെ 100 വീടുണ്ടാക്കി കൊടുത്ത യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ 365 ദിവസവും മുടങ്ങാതെ മഴയായാലും മഞ്ഞായാലും വെയിലായാലും പേമാരിയായാലും മഹാമാരിയായാലും മെഡിക്കൽ കോളേജുകളിൽ സ്നേഹത്തിൻ്റെ പൊതിച്ചോറെത്തിക്കുന്ന ഡിവൈഎഫ്ഐ. കളിയാക്കാം. സുധാകരനെ പോലെയുള്ള ചീഞ്ഞളിഞ്ഞ മനസ്സുകൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാം. പക്ഷേ ഇതിനൊരു ബദലുണ്ടാക്കാൻ ആർക്ക് കഴിയും? കോൺഗ്രസിന് കഴിയുമോ? മുസ്ലിം ലീഗ് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, സമ്മതിക്കുന്നു, അതും നല്ല കാര്യമാണ്. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ വീടുകളിൽ നിന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതിച്ചോറ് ചോദിച്ചു വാങ്ങി അതെല്ലാ ദിവസവും കളക്ട് ചെയ്ത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എല്ലാ താലൂക്ക് ആശുപത്രികളിലും എത്തിക്കുന്ന ഡിവൈഎഫ്ഐ, സുധാകരനെ പോലെയുള്ള നെറികെട്ട മനസ്സുകൾ എന്തു പറഞ്ഞാലും ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സുകളിൽ അവരുണ്ട് ഡിവൈഎഫ്ഐ. ആ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം എൻ്റെ മുക്കത്ത് വെച്ച് നടക്കുന്നു എന്ന് സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം.